സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ കോഎഫിഷ്യൻസും റിമൈൻഡറും കാണാൻ വേണ്ടിയിട്ടാണ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ജി ഓഫ് എക്സിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് എലമെന്റ് 2 ആണ്. ആ ഒരു 2വിനെ ഇവിടെയുള്ള ടേമിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ 2 കിട്ടുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു സിമിലർ ടേം ആണ് നമുക്ക് ഇവിടെ താഴെയും വരുന്നത്. സോ ഈ ഒരു നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ കോഎഫിഷ്യൻസിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 0 കിട്ടും. അത് നമ്മൾ 1 കൊടുത്തിട്ടുണ്ട്. 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ 0 വരിക. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് -3 എന്താണ്? 0 ആണ്. -3 -3 ഈക്വൽ ടു 0 ആണ്. 1 - 1 ഈക്വൽ ടു 0 ആണ്. ആൻഡ് -3 -1 ഈക്വൽ ടു -2 ആണ്. സോ ഇവിടെ നെക്സ്റ്റ് 2 zeros നമുക്ക് കാണാനുണ്ട്. ആ 2 zeros പകരം നമ്മൾ എന്ത് ചെയ്യണം? ആ 2 zeros ഇവിടെ നമ്മൾ എഴുതണം. മനസ്സിലായോ? നെക്സ്റ്റ് 2 നമ്പേഴ്സ് ആയിട്ട് ഈ 2 zeros നമ്മൾ ഇവിടെ എഴുതണം. അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പുതുതായിട്ട് പഠിക്കാനുള്ളത്. ഈവൻ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ 1 ഇട്ടതിന് ശേഷമാണ് ഇവിടെ 0 വരുന്നത്. ഇവിടെ 0 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 ഇട്ടിട്ടുണ്ട്. ഓക്കെ. സോ ഇത് നമ്മൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ 0 വരുന്നത്. ഇവിടെ നമ്മളൊന്നും ഒരു നമ്പറും ഇവിടെ എഴുതുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2 zeros കിട്ടി. സോ ആ 2 zeroനെയും തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ശരിയായിട്ട് കിട്ടുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എല്ലാ നമ്പേഴ്സിനും ബാക്കിയുള്ളതിനൊക്കെ താഴത്തേക്ക് എടുത്ത് എഴുതി. ദെൻ ഇവിടെ ബാക്കിയുള്ളത് -2 ആണ്. ഈ ഒരു നമ്പറിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -2 കിട്ടും. -2 കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇവിടെ -2 കിട്ടുക. സോ എല്ലാത്തിനും -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദെൻ -2 0 ആയിപ്പോയി. ദെൻ എല്ലാം മൈനസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടെ 2 വേണം. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. സോ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം സെയിം നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ 0 ആയിപ്പോയി. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഇതിനൊക്കെ ശേഷം നമ്മൾ 0 എഴുതണ്ടേ എന്നുള്ളത്. ഇവിടെ മാത്രമല്ല 0 വന്നുള്ളൂ. സോ ഇത് രണ്ടും 0 ആക്കി എഴുതണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ടോട്ടൽ 0 വന്നതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് 0 ആയി പോയല്ലോ. ഈ ഒറ്റൊരു ഡിവിഷനിൽ തന്നെ കംപ്ലീറ്റ് 0 ആയി പോയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഒരു നമ്പർ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ 0 ഇടണല്ലോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് ഇതിന്റെ ക്യൂ ഓഫ് എക്സും റിമൈൻഡർ ആർ ഓഫ് എക്സും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ക്യൂ ഓഫ് എക്സിനെ നമുക്ക് എഴുതാൻ പറ്റും? ഇതിൽ കോൺസ്റ്റന്റ് ടേം 1 ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് -x ആണ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. ആൻഡ് x⁴ കോഎഫിഷ്യന്റ് 1 ആണ്. ഓക്കെ. സോ ക്യൂ ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x⁴ പ്ലസ് 0 × x³ പ്ലസ് 0 × x² -1 × x പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. അതിൽ 0 ടേംസിന് ക്യാൻസൽ ചെയ്ത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x⁴ - x പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ജി ഓഫ് എക്സിനെ ക്യൂ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഓഫ് എക്സ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ദെൻ ആർ ഓഫ് എക്സ് റിമൈൻഡർ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ജി ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും, സിൻസ് ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇഫ് 2 polynomials f and f1 are divisible by g, then show that for arbitrary polynomial L and L1, the polynomial LF plus L1f1 will be divisible by g. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടും എഫ് ആൻഡ് f1 ഈസ് ഡിവിസിബിൾ ബൈ ജി അല്ലേ? സോ എഫ് ഈസ് ഡിവിസിബിൾ ബൈ ജി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ജി ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ f1 ജി കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ f1 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു Q1 ഓഫ് എക്സ് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇത് നമുക്ക് എന്താണ് ഷോ ചെയ്യേണ്ടത്? എല്ലും L1ഉം 2 ആർബിട്രറി പോളിനോമിയൽസ് ആണ്. അതിൽ L × f പ്ലസ് L1 × f1 ഈസ് ഡിവിസിബിൾ ബൈ ജി എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. സോ ഈ ഒരു പോളിനോമിയൽ LF പ്ലസ് L1f എന്ന് പറയുന്നത് ജിയുടെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ജി ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. സോ അതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോണത്. നമുക്ക് കിട്ടേണ്ട സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടുന്ന? ഈ ഒരു പോളിനോമിയൽ വെച്ചിട്ടാ.
LF പ്ലസ് L1 F1 ഓഫ് എക്സ്. ഈ ഒരു പോളിനോമിയൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ നമ്മുടെ പോളിനോമിയൽ ആണ്, സോ എല്ലാത്തിനും നമ്മൾ എക്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി അങ്ങനെ എഴുതാണ് LX L ഓഫ് എക്സ് ഇൻറ്റു F ഓഫ് എക്സ് പ്ലസ് L1 ഓഫ് എക്സ് ഇൻറ്റു F1 ഓഫ് എക്സ്. നമ്മൾ അങ്ങനെ എഴുതാൻ പോവാണ്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, എഫ് ഓഫ് എക്സിന്റെയും F1 ഓഫ് എക്സിന്റെയും ഡെഫിനിഷൻസ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. സോ അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പോവാണ്. ജസ്റ്റ് എഫ് ഓഫ് എക്സിന് പകരം അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, F1 ഓഫ് എക്സിന് പകരം അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ മാറ്റി എഴുതുകയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പില് അസോസിയേറ്റീവ് ലോ ഇൻ മൾട്ടിപ്ലിക്കേഷൻ. നമുക്കറിയാം 3 പോളിനോമിയൽസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഏത് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ എന്തേ കിട്ടുള്ളൂ, ഒന്നെന്നെ കിട്ടുള്ളൂ. സോ L ഓഫ് എക്സിനെയും G ഓഫ് എക്സിനെയും ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് മാറ്റിയിടുകയാണ്. സിമിലർലി ഇവിടെയും G ഓഫ് എക്സിനെയും L1 ഓഫ് എക്സിനും ജസ്റ്റ് ഒന്ന് മാറ്റിയിടുകയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്നും ആലോചിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു 2 ടേമിലും എന്തുണ്ട്, G ഓഫ് എക്സ് ഉണ്ട് അല്ലെ, രണ്ടിലും G ഓഫ് എക്സ് ഉണ്ട്. സോ ആ G ഓഫ് എക്സിനെ ഞാൻ കോമൺ ആയി പുറത്തെടുത്ത് ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക, L ഓഫ് എക്സും Q ഓഫ് എക്സും അതിന്റെ ഇവിടെ എഴുതി. പ്ലസ് ഇവിടെ എന്താണ് G ഓഫ് എക്സ് എടുത്താൽ ബാക്കി ഉണ്ടാവുക, L1 ഓഫ് എക്സും Q1 ഓഫ് എക്സും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എഴുതി. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാലും മതി. സോ G ഓഫ് എക്സിനെ പുറത്തെടുത്ത് നമ്മൾ എഴുതി, ബാക്കിയെല്ലാം ഒറ്റ ടേം ആയിട്ട് പോയി. ഇതൊരു പോളിനോമിയൽ ആണ്, ഇതെല്ലാം പോളിനോമിയൽസ് ആണ്. സോ ഈ പോളിനോമിയൽസിന്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എന്തായാലും പോളിനോമിയൽസ് ആയിട്ട് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഈ ഒരു ഫംഗ്ഷൻ പോളിനോമിയൽ എന്ന് പറയുന്നത് G ഓഫ് എക്സ് ഇൻറ്റു LQ പ്ലസ് L1 Q ഓഫ് എക്സ് എന്നുള്ള ഒരു ടേം ആണ് പറയാൻ പറ്റും. അതായത് എന്ത് നമ്മൾ ചെയ്ത്, നമുക്ക് തന്നിട്ടുള്ള ഒരു പോളിനോമിയലിന്റെ ഫംഗ്ഷനെ G ഓഫ് എക്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ എഴുതി. സോ G ഓഫ് എക്സിന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, LF പ്ലസ് L1 F ഈസ് ഡിവിസിബിൾ ബൈ G ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും.